അലക്സാണ്ടർ ഉണ്ട്. അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമാണ്. GOP ഗ്രാസ് റൂട്ട്സിന്റെ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ്. ശ്രീ ഷാജൻ അലക്സാണ്ടർ, സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അമേരിക്കയിൽ സുവർണയുഗ പിറവിക്ക് തുടക്കമിടുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ അഡ്രസ്സിൽ പറയുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന നയമാറ്റങ്ങളെയൊക്കെ നോക്കിക്കാണേണ്ടത്? തീർച്ചയായിട്ടും ഇന്ന് ഏതാണ്ട് 200 ഓളം വരുന്ന എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് പ്രസിഡന്റ് ട്രംപ് സൈൻ ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അദ്ദേഹത്തിൻ്റെ ഇനാഗുറൽ അഡ്രസ്സിൽ പ്രസിഡന്റ് ട്രംപ് പറയുകയുണ്ടായി. അതായത് അമേരിക്കയുടെ സദേൺ ബോർഡർ, മെക്സിക്കോയുടെ ബോർഡർ, അവിടെ ഒരു നാഷണൽ എമർജൻസി അദ്ദേഹം ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഏതാണ്ട് 10 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ അമേരിക്കയിലേക്ക് അനധികൃതമായിട്ട് കുടിയേറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ അനധികൃതമായിട്ട് അമേരിക്കയുടെ ഓപ്പൺ ബോർഡറിൽ കൂടെ കുടിയേറിയത് അവസാനിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ടോപ്പ് പ്രയോറിറ്റി ക്യാമ്പയിനിലുടനീളം പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കും. അത് ഒന്നാമത്തെ കാര്യമായിട്ട്, ഏറ്റവും പ്രധാന കാര്യമായിട്ട് അമേരിക്കയുടെ സദേൺ ബോർഡറിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ അമേരിക്കയുടെ സ്ട്രീറ്റുകൾ, ഇവിടുത്തെ സിറ്റികൾ സേഫ് സിറ്റി ആക്കുമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി, ആ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറുകൾക്ക് തുടക്കമിടുന്നത്. തീർച്ചയായിട്ടും അമേരിക്കൻ ജനത വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു ദിവസമാണ് ജനുവരി 20, 2025. ശരിയാണ് ശ്രീ ഷാജൻ അലക്സാണ്ടർ. അമേരിക്ക ഫസ്റ്റ് എന്നതാണ്, അമേരിക്കയെ മഹത്തരമാക്കുക, അമേരിക്കയ്ക്ക് പ്രഥമ പരിഗണന എന്നത് തന്നെയാണ് തന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുക എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു ആശങ്കയുണ്ടല്ലോ. ഇന്നിപ്പോൾ മാർപ്പാപ്പയുടെ ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്തരം ആശങ്കകൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെടാൻ പോകുന്നത്? കുടിയേറ്റക്കാരെ തിരിച്ചയക്കുക എന്നുള്ളതല്ല. ഇപ്പം നമ്മളൊക്കെ ഇവിടെ കുടിയേറ്റക്കാരായിട്ട് വന്നവരാണ്. ഈ രാജ്യത്ത് ഇമിഗ്രൻസ് ആയിട്ട് വന്ന ആളുകളാണ് ഈ രാജ്യത്തുള്ള കൂടുതൽ ആളുകളും. പല രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് അമേരിക്കയിലുള്ളത്. അങ്ങനെയുള്ളവരെ തിരിച്ചയക്കും എന്നല്ല പ്രസിഡന്റ് ട്രംപോ അല്ലെങ്കിൽ പുതിയ ഒരു അഡ്മിനിസ്ട്രേഷനോ പറയുന്നത്. അനധികൃതമായിട്ട് ഇവിടെ കുടിയേറുന്നവർ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ, അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഈ രാജ്യത്തിലേക്ക് അനധികൃതമായിട്ട് കടന്നു വന്നവർ. ഇവിടെ അസൈലം സീക്ക് ചെയ്ത് നിയമപരമായിട്ട് കുടിയേറുവാനായിട്ട് ഈ രാജ്യം അനുവദിക്കുന്നുണ്ട്. ആ നേരായ മാർഗത്തിൽ കൂടെ വരാതെ പുറംവാതിലിൽ കൂടി, ഓപ്പൺ ബോർഡറിൽ കൂടി ഇവിടെ കടന്നു വന്ന് ഈ രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ, അത് ആരായാലും അങ്ങനെയുള്ളവരെ പറഞ്ഞു വിടും. ഇവിടെയുള്ള ഇവിടുത്തെ ഇമിഗ്രേഷൻ പോളിസീസ് പാലിക്കാതെ അനധികൃതമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളെ പറഞ്ഞുവിടും. അല്ലാതെ ഇവിടുത്തെ ഇമിഗ്രൻസിനെ എല്ലാവരെയും പറഞ്ഞുവിടും എന്നുള്ളതല്ല. അതൊക്കെ വാർത്താ മാധ്യമങ്ങൾ, ട്രംപിനോട് വിരോധമുള്ള കൂട്ടങ്ങൾ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തന്നെ ഒരു വിഭാഗം അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ അടിച്ചിറക്കിയിരിക്കുകയാണ് കുടിയേറ്റക്കാരെ മുഴുവൻ പറഞ്ഞു വിടുമെന്നുള്ളത്. അതൊരു സത്യമല്ല, അവാസ്തവമായ കാര്യമാണ്. അനധികൃതമായി, ഇല്ലീഗലായിട്ട് ഈ രാജ്യത്ത് കുടിയേറിയിരിക്കുന്ന ആളുകളെ തിരിച്ചുവിടും. അങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യും, അവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചുവിടേണ്ടവരെ തിരിച്ചുവിടും. അതാണ് പോളിസി, അല്ലാതെ കുടിയേറ്റക്കാരെ പറഞ്ഞു വിടുമെന്നുള്ളതല്ല. ശരി, ശ്രീ ഷാജൻ അലക്സാണ്ടർ, വ്യക്തമാണ്.